ഹിന്ദുധർമ്മ പ്രചരണ സഭ സെക്രട്ടറി ശ്രീമദ് അസംഗാന ജനറൽ കൺവീനർ KU വേണുഗോപാലൻ എന്നിവർ പങ്കെടുക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി ആചാര പരിഷ്കരണ യാത്ര കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് 2025 ഫെബ്രുവരി 14 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക്. ആചാരം അവസാനിപ്പിക്കുക. താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് യോഗ്യതാ അടിസ്ഥാനത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പൂജാരിമാരെ നിയമിക്കുക. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ വരുന്ന ജോലി ഒഴിവുകളിൽ ജനസംഖ്യാനുപാതികമായി സംവരണ നിയമം പാലിച്ച് ഈ യാത്ര നിറവേറ്റണം എന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആചാര പരിഷ്കരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചുരുക്കമായി പ്രതിപാദിക്കാം. ഒന്ന്, ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ഉടുപ്പൂരണം എന്നുള്ള മാമൂൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ മാമൂൽ മാറ്റി ഉടുപ്പിട്ടുകൊണ്ട് എല്ലാവർക്കും ക്ഷേത്ര പ്രവേശനം അനുവദിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിനെ തുടർന്ന് വൈദിക പാരമ്പര്യം സാർവജനീനമാണ്. എന്നാൽ ഇന്നും ചില ക്ഷേത്രങ്ങളിൽ, പ്രമുഖ ക്ഷേത്രങ്ങളിൽ, ഗുരുവായൂർ, ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരെ നിയോഗിക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള തീർപ്പൂരമാണ് കാണുന്നത്. ഇതിന് മാറ്റം വരുത്തി ആചാര്യവിശുദ്ധിയുള്ള താന്ത്രിക കർമ്മങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും ജാതി ഭേദം വ്യത്യാസമില്ലാതെ ക്ഷേത്രങ്ങളിൽ പൂജ നടത്താനുള്ള അധികാര അവകാശം നൽകണം. മൂന്നാമതായി, ദേവസ്വം ബോർഡിന്റെ കീഴിൽ സ്കൂളുകൾ, കോളേജുകൾ, ക്ഷേത്രങ്ങൾ ഇവയിലെല്ലാം ഇന്ന് 95% ചില സവർണ സമുദായങ്ങൾ കുത്തകയാക്കി ഉദ്യോഗങ്ങൾ വെച്ചിരിക്കും. ആ കുത്തക അവസാനിപ്പിച്ച് സാമുദായിക പ്രാതിനിധ്യം അനുസരിച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ഉദ്യോഗം നൽകി സാമൂഹ്യ നീതി നൽകണമെന്നുള്ളതാണ്. ചില സവർണ സമുദായങ്ങൾക്ക് മാത്രമായി ഉദ്യോഗങ്ങൾ നീക്കിവെക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ തള്ളപ്പെടുകയും ചെയ്യുന്ന അനീതി അവസാനിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം.